ഈ നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോഴും നമ്മൾക്കറിയാവുന്നൊരു വാക്യമാണ്, പരിചയമായൊരു വാക്യമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15, 16, 17, 18 വാക്യങ്ങൾ നമ്മൾക്ക് വായിക്കാം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പനയായിരുന്നു. എന്താ ചെയ്യുന്നത്? സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. സ്നാനം അത്യാവശ്യം. ശിശുസ്നാനമല്ല, യേശുവിനെ അറിയുന്നവർക്ക് സ്നാനം കൊടുക്കും. അങ്ങനത്തെ സ്നാനം, ശിശുസ്നാനം ഓക്കെ. എന്നാൽ യേശുവിനെ നല്ലപോലെ അറിഞ്ഞിട്ടെടുക്കുന്ന സ്നാനമാണ് ഉദ്ദേശിക്കുന്നത്. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ ശിക്ഷാവിധിയിൽ അകപ്പെടുകയാണ്. അതുപോലെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്താണ് അടയാളങ്ങൾ? എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. പ്രേയിങ് ഇൻ ടങ്സ്, അന്യഭാഷ. അത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ കിട്ടുന്നതാണ്. അതുപോലെ മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർ ഹാനി വരികയില്ല. അതായത് അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. രോഗികളുടെ മേൽ ഈ യേശുവിനെ അറിഞ്ഞ് സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. എത്ര നല്ല വാക്യം! ഈ വാക്യം നമുക്ക് ധ്യാനിക്കാം. നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്ന മനുഷ്യരോട്, നെഗറ്റീവ് തോട്ട്സ് പറയുന്നവർ, നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറുള്ളവരോട് കൂടരുത്. അവരുടെ കാര്യങ്ങൾ നമ്മൾ എടുക്കുകയേ ചെയ്യരുത്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോസിറ്റീവായിട്ട് നമ്മളെ സ്നേഹിക്കുകയും മുള്ളുപോലെ കുത്തുന്ന സംസാരിക്കുന്നവരാണ് നെഗറ്റീവ്. അങ്ങനെ കുത്തുന്ന ആ ഭാഷകൾ നമ്മൾ എടുക്കാതെ നമ്മളെ ദൈവം കാക്കത്തുള്ള ദൈവം നമ്മളെ കാക്കും. ദൈവത്തോട് നമ്മൾ വീക്ഷിക്കുക, കർത്താവ് എനിക്ക് നെഗറ്റീവ് തോട്ട്സ് വേണ്ട, മുള്ളു കുത്തുന്ന പോലെ കുത്തണ്ട മറ്റുള്ളവരെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് സമാധാനം കെടുത്തുന്ന, ആശ്വാസം കൊടുക്കാൻ പറ്റാത്തവരൊക്കെ പിന്നെ എങ്ങനെയാണ്? അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ളവരും മുള്ളു കുത്തുന്നത് പോലെ കുത്തി സംസാരിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം മറ്റുള്ളവരെ നമ്മൾ ഒതുക്കി വെക്കുക, മറ്റുള്ളവരെ മാറ്റി നിർത്തുക, അകറ്റുക. ഇതൊക്കെ ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്നു, വിശ്വസിച്ച് സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ ഭൂതങ്ങളെ പുറത്താക്കും. ഭൂതം അവർക്ക് പിടിക്കുന്നില്ല. ഭൂതമൊക്കെ അവർ മാറ്റിക്കളയും. ഈ നല്ല ദിനത്തിൽ, ഈ മാസം ഒടുവിലത്തെ മാസമാണ്, ഒരു പുതിയ വർഷം വരുന്നു. നമ്മൾ പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെ നെഗറ്റീവ് ആക്കരുതേ, ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടർ എനിക്ക് വേണ്ട. മുള്ളു കുത്തുന്ന പോലെ മറ്റുള്ളവരെ കുത്തണ്ട, അല്ലെങ്കിൽ കുത്തിക്കൊണ്ടിരിക്കേണ്ട, അതൊന്നും വേണ്ട. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, പുതുഭാഷകളിൽ സംസാരിക്കും. സ്പിരിറ്റ് ഓഫ് ടങ്സ് ഉണ്ടായിട്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നാൽ അത് അവർക്ക് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ സ്നേഹവും വാത്സല്യവും സമാധാനവും ഈ പുതുവർഷത്തിൽ നമുക്ക് കിട്ടട്ടെ. നല്ല ഓർമ്മകൾ, നല്ല ചിന്തകൾ, നല്ല വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ നമ്മൾ കടംപ്പെട്ടവരാണ്. നമ്മൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഹോസ്പിറ്റൽ മിനിസ്ട്രി ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ മിനിസ്ട്രിയാണ്. ഹോസ്പിറ്റൽ മിനിസ്ട്രി ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് നല്ല ഒരു അനുഗ്രഹമായിരിക്കും. ഒരു ട്രാക്റ്റ് കൊടുത്ത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് വിളിച്ച് വേർതിരിക്കുന്നവരാണ്, ചോസൻ പീപ്പിൾ. അവർക്കാണ് ഞാൻ പറയുന്നത്. ചോസൻ പീപ്പിളായിട്ടുള്ളവർ അവർ ഹാനികരമായ കഴിച്ചാലോ അല്ലെങ്കിൽ അവർക്ക് സ്പിരിറ്റ് ഓഫ് ടങ്സ് ഉണ്ട്, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം. സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം. ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്നത് എല്ലാവരോടും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ എൻ്റെ ദർശനം 93-ൽ കണ്ടു. 93-ൽ ഞാൻ മുഖാമുഖമായി ദൈവത്തിൻ്റെ ദർശനങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. അന്നേരം ഞാൻ +2 പഠിക്കുന്നതേ ഉള്ളൂ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം സ്പർശിച്ചു. ചെറിയ പ്രായത്തിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഇടയിൽ ഞാൻ ബാക്ക്സ്ലൈഡായി. എന്നാലും ഞാൻ യേശുവിനെ അറിയും. അതുകൊണ്ട് യേശുവിനെ അറിഞ്ഞ ആ പാതയിലെ ദർശനം നിറവേറുന്നതിന് വരെ എനിക്ക് കാത്തിരിക്കേണ്ടിയായിട്ടുണ്ട്. അതാണ് ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നത്. സമാപ്തിയിലേക്ക് എത്തും. അതിനായി കാത്തിരിക്കുക. നമ്മുടെ ഹബക്കൂക്കിനകത്തുണ്ട് വാക്യം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വിളിക്കുന്നതിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പ്രിപ്പയറിങ് എ ടഫ് ടൈം, പ്രിപ്പയറിങ് എ പ്രോസസ്സ്. ഒരു പ്രോസസ്സ് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ബൈബിൾ നോക്കിയാൽ പ്രോസസ്സ്, ദർ ഇസ് എ പ്രോസസ്സ് ഗോയിങ്. ഫേർണേസ് പ്രോസസ്സ്. ചെറിയ കാര്യമൊന്നുമല്ല ബൈബിൾ പറയുന്നത്. അത് കഠിനമാണ്, കഷ്ടതയാണ്, ഞെരുക്കമാണ്, പ്രയാസങ്ങളാണ്, ദുരിതമാണ്. എന്നാൽ അതിൽ കൂടി കർത്താവ് നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു കർത്താവിന് വേണ്ടി സമയം മാറ്റി വെക്കുക. ഈ ലോകം എൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിന്നിലുള്ളവൻ കർത്താവിൻ പ്രാർത്ഥിക്കുന്നവർ അവരുടെ ഉള്ളത്തിലുള്ള യേശു ക്രിസ്തു ലോകത്തിലുള്ള സകലത്തെക്കാട്ടിലും വലിയവൻ എന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപ. 93 കിട്ടിയ ദർശനം, ദർശനം കണ്ടു. ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ ആ ജീവിതം ഞാൻ അന്നേ കണ്ടു. അത് പ്രകാരം പോയി വരികയാണ്. എന്നാൽ ആ പോയ പാതയിലെല്ലാം മുള്ളുകൾ ഞാൻ കണ്ടു കഴിഞ്ഞു. അനേകം മുള്ളുകൾ ഞാൻ ജീവിതത്തിൽ കണ്ടു. തോൺസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കടന്നു പോയി, പലയിടത്തും പോയി. എന്നാൽ എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ്, ദൈവം നടത്തുന്നതാണ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15, 16, 17, 18. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. എത്ര നല്ല വാക്യം! ഈ വാക്യം നമ്മൾ ധ്യാനിക്കാം. ഈ പകൽ വേളയിലും രാത്രിയിലും ഒക്കെ നമ്മൾ കർത്താവിനെ സ്തുതിക്കാം. അവൻ്റെ വരുന്നിടത്തോളം കാലം നമ്മൾ ഈ ലോകത്തുണ്ട്. കർത്താവ് വരുമ്പോൾ കാവുള്ള ശബ്ദത്തോട് വരുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി സ്വർഗലോകത്തിൽ നമ്മൾ കാണും, മറ്റുള്ളവരെ കാണും. കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ പുതിയ ഒരു ജീവിതം ദൈവം നമുക്ക് തരും. നമുക്കൊരു ജീവിതമുണ്ട്. ഈ ലോകത്തിലെ ജീവിതം മാത്രമല്ല, ഇനിയും ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. ആമീൻ.